dears, welcome to Ammu's world. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നല്ലൊരു വലിയൊരു പമ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ഞാൻ ലിപ്പും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ലിപ് ബാം ഇടുന്നുണ്ട്. ഇത് മൈ ഐലൻഡ് കിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗ്ലാമിഗോ ബോക്സിൽ കിട്ടിയൊരു ലിപ് ബാമാണ്. അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ എൻ്റെ ഇപ്പോൾ വേറെ തൽക്കാലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിപ് ബാം അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഞാനൊരു ഫേസ് പ്രൈമർ NYBയുടെ ഒരു ഫേസ് പ്രൈമറാണ്. ഇതൊരു സിലിക്കോൺ ബേസ്ഡ് ഫേസ് പ്രൈമറാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിലാണെങ്കിൽ തൊടാൻ നല്ല സോഫ്റ്റ് സ്മൂത്തായിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എൻ്റെ പോർസ് കൂടുതലുള്ള ഏരിയാസിൽ മാത്രം ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അപ്പോൾ നല്ലൊരു പ്രൈം ചെയ്തൊരു ബേസ് നമുക്ക് കിട്ടും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മെബ്ലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ 235 ആണ് എൻ്റെ ഷെയ്ഡ്, പ്യുവർ ബേജ്. അപ്പം ഫൗണ്ടേഷൻ ഞാൻ ആ ഫേസ് ഫുള്ളായിട്ടൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊരു ഫേസ് പഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തെടുക്കും. ഫേസ് ബ്രഷ് എനിക്കത്ര ഇഷ്ടമല്ല, ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് യൂഷ്വലി അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഫേസ് മുഴുവൻ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഐലിഡ്സ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കളറൊന്ന് പോപ്പ് ചെയ്യാനും അതുപോലെ ഓയിലിനെസ് ഒന്നും ഇല്ലാണ്ടിരിക്കാനും ഐലാഷസിൽ ഐലിഡിലും കൂടെ നന്നായിട്ട് ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് ഒരു ബേസ് കൊടുക്കുന്നത് നന്നായിരിക്കും. സോ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഈ ഫേസ് സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ നന്നായിട്ട് എല്ലായിടത്തും ഈവനായിട്ട് അപ്ലൈ ആവാനായിട്ട്. നെക്സ്റ്റായിട്ട് ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ കോമ്പാക്ട് പൗഡറൊന്നുമല്ല, സാധാരണ പൗഡറില്ലേ, ഞാനിപ്പോൾ എൻചാൻഡറിൻ്റെ പൗഡറാണ്, ലൂസ് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡർ, കോമ്പാക്ട് പൗഡർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. എനിക്ക് കോമ്പാക്റ്റിനെക്കാട്ടി കൂടുതൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ലൂസ് പൗഡറാണ്. ഇങ്ങനത്തെ സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പൗഡേഴ്സൊക്കെ ഇല്ലേ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സോ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഫുള്ള് എൻ്റെ ഓയിലി ആവുന്ന സ്ഥലത്തൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ലോറിയൽ പാരസിൻ്റെ കളർ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഷാഡോ പാലറ്റാണ്. ഇതെനിക്ക് നല്ല യൂസ് ഉള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇതിൻ്റെ ആ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാം കുറച്ച് ന്യൂഡ് ടൈപ്പ് ഷെയ്ഡ്സാണ്. 2 ബ്രൗൺസ് ഉണ്ട്. അതുപോലെ അതിൽ ആ ഒരു ലൈറ്റ് ബ്രൗൺ ഉപയോഗിച്ചിട്ട് ഞാൻ കോണ്ടോറും ചെയ്യാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നൊരു പാലറ്റാണ് ഇത്, കളർ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ലോറിയലിൻ്റെ ഒരു പാലറ്റ്. അപ്പോൾ ഞാനതിൻ്റെ ആ ഡാർക്ക് ബ്രൗൺ ഉപയോഗിച്ചിട്ട് എൻ്റെ ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ ഐബ്രോസ് നല്ല തിക്കായിട്ടിരിക്കുകയാണ്. ഐബ്രോസ് ചെയ്യേണ്ട സമയമായി, ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട്. അതിന് ആ ഒരു ലൈറ്റ് ബ്രൗൺ ഒരു ഷെയ്ഡും കൊണ്ട് ഞാൻ എൻ്റെ നോസ് ഒന്ന് കോണ്ടോർ ചെയ്യാണ്. ഞാൻ വലിയ കോണ്ടോറിംഗ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതൊരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ കോണ്ടോറിംഗ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ നോസിൻ്റെ എഡ്ജ് മാത്രം ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട്. അത് അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാലറ്റാണിത്, ഐ ഷാഡോ പാലറ്റാണിത്. അപ്പം ജസ്റ്റ് അത് കോണ്ടോർ ചെയ്തത് നന്നായിട്ട് ആ ഡാർക്ക് എഡ്ജസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് സ്മഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ആ പാലറ്റിൽ തന്നെ ആ ഒരു ലൈറ്റ് ഗ്ലിറ്ററി പിങ്ക് ഒരു കളറുണ്ട്, ആ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ സ്ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐലിഡ്സ്. വലിയതായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഷെയ്ഡിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ലാക്മേയുടെ ഐക്കോണിക് കാജൽ വെച്ചിട്ട് കണ്ണെഴുതുന്നുണ്ട്. അപ്പോൾ അടിയിലും ഞാൻ എഴുതുന്നുണ്ട്, മുകളിലും ഞാൻ ടൈറ്റ് ലൈനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലാക്മേയുടെ ഐക്കോണിക് കാജൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല കാജലാണ് കേട്ടോ, എനിക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള കാജലാണ് ഇത്. അതുപോലെ തന്നെ മെബ്ലിൻ്റെ കൊളോസൽ കാജലും എനിക്ക് നല്ല ഇഷ്ടമാണ്.
അപ്പോൾ ഞാൻ ടൈറ്റ് ലൈനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈറ്റ് ലൈൻ ചെയ്യുമ്പോൾ കണ്ണിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. മസ്കാര ഇടാതെ തന്നെ നമ്മൾ മസ്കാര ഇട്ടൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ ടൈറ്റ് ലൈൻ ചെയ്താൽ മതി. അതായത് കണ്ണടച്ച് പിടിച്ചിട്ട് കണ്ണിൻ്റെ മേളത്തെ ലിഡിൽ കൂടെ ഒന്ന് ഓടിച്ചാൽ മതി. മസ്കാര എഴുതിയില്ലെങ്കിലും മസ്കാര ഇട്ടൊരു എഫക്റ്റ് കിട്ടും. നമ്മൾ സിമ്പിളായിട്ട് ഇരിക്കുകയും ചെയ്യും. സോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്ന മിസ് റോസിൻ്റെ ഒരു പെൻ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാൻ കണ്ണൊന്ന് നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ NYBയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണിത്. ഷെയ്ഡ് നമ്പർ 3 ആണ്. ഇത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്രൗണിഷ് അണ്ടർടോണുള്ള ഒരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്. ഒരു മെറൂണാണ്. ഒരു ബ്രൗണും അല്ല മെറൂണും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര തന്നെ ഉള്ളൂ. സിമ്പിളായിട്ട് എല്ലാവർക്കും ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മേക്കപ്പ് ലുക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിലേക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് കാണാനായിട്ട്. ഓക്കെ, താങ്ക് യു, ബൈ.